ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം, ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം. അത് തട്ടുമെന്ന് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ അത് മുസ്തജാബാണ്, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പത്തെ രംഗം എന്താണ്? സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾക്കും അതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരാ, തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു. ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം. ദീനെ അംഗീകരിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അത് വിട്ട് ഒരു കളിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്.